കൂ പോലെട്ടാ പിന്നെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ കണ്ടാലോ. ഗെറ്റ് റെഡി വിത്ത് മീ ഒരു ഭയങ്കര സംഭവമായിട്ടൊന്നും വിചാരിക്കല്ലേ. ഇന്നൊരു കല്യാണത്തിന് പോകണേണ്. അപ്പോൾ ഞാനോർത്തൊന്ന് സാരിയൊക്കെ കൊടുത്തിട്ട് പോകാമല്ലോ. സാരി ഉടുക്കണത് എനിക്ക് ഭയങ്കരമായിട്ടും ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ രണ്ടാമത്തെ പ്രഗ്നൻസി കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഭയങ്കരമായിട്ട് തടി വെച്ചു. അപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ 55-ന്ന് 75-ലോട്ട് പോയി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് സാരി ഉടുക്കണതൊക്കെ അങ്ങനെ അത്ര ഇഷ്ടമല്ലായിരുന്നു. ഇപ്പം ഞാൻ ചെറുതായിട്ട് കുഞ്ഞതായിട്ടൊന്ന് ക്ഷീണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനോർത്തൊന്ന് സാരി ഉടുത്ത് നോക്കിയാലോ. എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീൽ കുറേ കാര്യങ്ങളൊന്നും നോക്കല്ലേ. എന്ന് വെച്ചാൽ നമ്മ അങ്ങനെ ഒന്നും മോയ്സ്ചറൈസറും സൺസ്ക്രീനും അങ്ങനെയൊക്കെ ഇട്ടിട്ടല്ല എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ. ചെറുതായിട്ട് പൗഡറും പിന്നെ രണ്ട് കണ്ണയും എഴുതും, പൊട്ട് വെക്കും. ഇതൊക്കെ മാത്രമുള്ളൂ എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീൽ. ഇപ്പോൾ ഒരു സിമ്പിൾ ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഇപ്പോൾ ഒരു കല്യാണത്തിന് പോകുന്നതുകൊണ്ട് ഒരു സാരിയും കൂടി കുറച്ച് ഹെവി ആയാലോ എന്ന് ഓർത്തിട്ടാണ് ഈ സാരി കൊടുത്തത്. ആദ്യം ഞാൻ വേറൊരു സാരിയാണ് കൊടുത്തത്. പക്ഷേ അതൊരു കുറച്ച് ഒരു ഇതില്ലാണ്ടിരിക്കണേന്ന്. അതുകൊണ്ട് ഞാൻ ഈ സാരി കൊടുത്തു. അപ്പോൾ ഗൈസ് പറയണോട്ടോ കമൻറ്റിൽ ഈ സാരി എങ്ങനെ ഉണ്ടെന്ന്. പിന്നെ പിള്ളേരെ കോസ്റ്റ്യൂമും കണ്ടു. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചൊരു ലെഹങ്ക ചോലിയാണ്. അധികമൊന്നും കാശായില്ല. വെറും 350K കിട്ടിയത് ആ ലെഹങ്ക ചോലി. പിന്നെ എൻ്റെ ഹസ്ബൻഡും. പിന്നെ നമുക്കൊരു ഔട്ട്ഫിറ്റ് ചെക്ക് ചെയ്താലോ. എൻ്റെ സാരി ഇച്ചിരി തേങ്ങ. ഇത് എൻ്റെ സെക്കൻഡ് സാരിയാണെന്ന് വെച്ചാൽ എൻ്റെ കല്യാണത്തിൻ്റെ രണ്ടാം സാരി എന്നൊക്കെ പറയൂലേ, ആ സാരിയാണ്. പിന്നെ എൻ്റെ മോൻ കല്യാണത്തിന് പോകുന്നുണ്ട്. അച്ഛനും മോനും വൈറ്റിലാണ് നിന്നത്. പിന്നെ എൻ്റെ മോളും. അപ്പോൾ ഔട്ട്ഫിറ്റ് പറഞ്ഞ് നോക്കിയിട്ട് എല്ലാവരും പറയണം എങ്ങനെയുണ്ടെന്നൊക്കെ. കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.